സമാധാനം ഐക്യഭാവത്തുണ്ടാകുവാനാണമേ. എല്ലാവിധ നാശങ്ങളിൽ വാൽപ്പടികൾക്ക് നിമുതരണമേ. തലവേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പരിലായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. വസിക്കുന്ന നിരക്കുകളും കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടണമേ. സർവ്വതെറ്റുകളിൽ നിന്നും രക്ഷപ്പെടണമേ രക്ഷിച്ചോളണമേ. ഈ ഭവനത്തിലെ സമീപസ്ഥലെ കാത്തുള്ളൂ. ഈ ദൂരസ്ഥലെ തിരിച്ചു ഈ രോഗികളെ സന്ദർശിക്കുകയും പലതരത്തിൽ പാപരികൾ നൽകുകയും ചെയ്യണമേ. വസിക്കുന്ന നിന്റെ സത്യവും നിങ്ങളുടെ ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദൈവം നിറയ്ക്കണമേ. ഈ ഭവനെ ശുദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് എല്ലാ പെരുന്നാളും നേരെ കിടന്നാകുകയും ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് സ്തുതി ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. ദൈവം ഒരു തന്റെ സേനാന്റെ അടുത്ത് ചെന്നു. അവിടുന്ന് തന്റെ ബഹുമാനയുടെ അറിയാവുന്ന പോലെ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. മലകമാർക്ക് പോകുന്ന നോക്കുവാൻ എല്ലാത്തനായ ദൈവത്തെ അബ്രഹാമിന്റെ വിളിച്ചിരുന്ന രൂപവർത്തിക്കുകയും കർത്താവിനോട് ദയാദൃഷ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ദാസമായിട്ട് പോകരുത്. അല്പം വെള്ളമെടുത്ത് ഞാൻ ഒറ്റക്കാലുകളെ കഴിയുമ്പോഴൊക്കെ വിഷമിച്ച് അപ്പൊ വിഷമെടുത്ത് പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസിന്റെ അടുത്തോട് കടന്നു പോകുവാൻ വഴിയായല്ലോ എല്ലാം വരികയും ചെയ്യുന്നു. അവിടുത്തെ ഭംഗിയറിക്കുന്നത് ഭീകരമായി തോന്നുകയും ഇതിനെ പോലെ അവിടുന്ന് ശ്രമിക്കുകയും ദാസനായ പ്രകാരം കൊടുത്തത് ഭക്ഷിക്കുകയും അവരെ ഭാര്യ സാധനങ്ങളുടെ സമാധികളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ ഞങ്ങളെ ഭക്ഷിക്കുന്ന ഈ സുഹൃത്തുക്കൾ മൂലം ഈ ഭവനത്തെ സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ നിവാസികളെയും കരുണയും കൃപയും കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ വൃത്തിന്റെ ആദ്യത്തെ സ്തുതി നിർത്തുകയും ഈ പോലെ വശ്യമുള്ള തീരുന്നതോ കുറ്റമില്ലാത്തവരെ തീർന്നക്ഷം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുന്ന പെരുമാറുകയും നിന്റെ പിന്നാളുകയും ഞങ്ങളെല്ലാം നിന്ന് കണ്ടു പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പവട് കണ്ടു ചെയ്യുന്നവരും എല്ലാവരും ബുദ്ധിപ്പെടുന്നവരുമായ കർത്താവേ എന്റെ മകളുടെ ഞങ്ങൾ തരുന്ന തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇരുള്ള തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന തോന്നിയിരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശ്വസിക്കുകയും ഞങ്ങൾക്ക് വിശ്വാസ ഞങ്ങളെ വരെ പോകുമ്പോൾ നിർവഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സമുദായിക്കും അറിയുന്നു. വീട്ടിൽ തലമുറയാൽ കേട്ടേ ഞാൻ കൈക്കൊള്ളും നിങ്ങൾ വീട് താവീരന്റെ കൈക്കൊള്ളും അബ്രഹാമിൻ ഭവനം പോൽ ഞങ്ങളടങ്ങ് ഭവനത്തെ രക്ഷകനെ മാറ്റുകൾ കൈയാൻ പാടുന്നു. സമൃദ്ധി ജനമജപ്പത്തോ ദേശാചാര്യന്മാരെന്നോ കൈയാൽ വാഴ്ത്തണമേ തലമുറയാൽ അത് വാഴ്ത്തപ്പെടണം. മൂലം പാതാമൽ മൂലം
മൂലം എന്റെ ദാസനെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷമാണെന്ന് പറഞ്ഞ പുസ്തകമോടുകൂടെ ഇവരുടെ ലോകം നല്ല പ്രതിഫലം പ്രാപിക്കുവാനും കൊണ്ടുപോവുകയും ചെയ്യണമേ. എന്റെ പേരുള്ളവൻ യേശുവാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാന്തമത് കഴിഞ്ഞില്ല. എന്നാ സക്കായ മുഖമതിവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് മുമ്പേ ഓടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിനായിരുന്നു യേശുവിനെ പോകേണ്ടിയിരുന്നത്. ആ സത്യപ്പോൾ യേശുവിനെ കണ്ടിട്ട് അവനോട് സക്കായ നീ വേഗം ഇറങ്ങി വരിക, ഇന്നലെ വീട്ടിൽ താമസിക്കുന്നു പറഞ്ഞു. അവൻ വേഗം ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നിരസപ്പെട്ട് ഭാവിയെ ആവശ്യത്തെ അടുത്ത് ചെന്ന് താമസിച്ചല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട് കർത്താവേ, എന്റെ വസ്തുക്കൾ നോക്കി ഞാൻ തന്നെ കൊടുക്കുന്നു. ഞാൻ അപഹരിച്ചുള്ളതുകൊണ്ട് 4 വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവര് അബ്രഹാമിന്റെ വരാറുകൊണ്ട് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്നാൽ കാണാതെ പോയിട്ടുള്ളവരെ അന്വേഷിക്കുവാനായിട്ടാണ് ഭക്ഷ്യവൃക്ഷം വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥന മൂലം ഭാഗ്യച്ചാടി കൂട്ടം പോയി പ്രാർത്ഥന നീ പാവം മോദിച്ചേക്കും വീണ്ടും പ്രവചനശക്തി ചൂടക്കുള്ളിൽ പ്രാർത്ഥിച്ച പൂർത്തിക്കൊണ്ടെത്തിനവരെ ദൈവം സംരക്ഷിച്ചു. നിര്യാണം ന്യായത്തിൻ പീഠം നരകമൂന്നും തീരുന്നേ കർത്താവേ എന്നുള്ള വിശ്വാസം ലഭിക്കുന്നവരുടെ ഭാവിയുമോ ദാസനാവുന്ന ഞാൻ അയോഗ്യത്തിൽ ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനയെ സ്വീകരിക്കണമേ. രോഗിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ജന്തുക്കളെയും ജലപ്പുഴയിൽ നിന്ന് പെട്ടകത്തിൽ നീ സംരക്ഷിച്ച പോലെയും അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാണിൽ നിന്ന് രക്ഷിച്ച് അവനെ അവന്റെ സമ്പാദ്യങ്ങളെ നിഗ്രഹിച്ച പ്രകാരവും സ്വതോമിനെ ലോകത്തിനെ രക്ഷിച്ചതുപോലെയും ലാഭാനുമാനത്തെ വലിയ ആത്മാവിനെ കാത്തവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും ഔസേപ്പിനെ സംരക്ഷിച്ച് പരാതികളാക്കി തീർത്തി അവന്റെ സമ്പാദ്യവും അറിവുകളും വർദ്ധിപ്പിക്കുകയും അപ്പോഴും നിന്നും കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ അവന്റെ സമ്പാദ്യങ്ങൾ അവന്റെ വശവനക്ക് ശേഷം വീട്ടി വർദ്ധിപ്പിച്ചതുപോലെയും മോശയും സഹായത്തെയും സമുദ്രത്തിൽ നിന്നും പറവോൽ നിന്ന് സംരക്ഷിച്ച പ്രകാരവും മോശയുടെ പ്രാർത്ഥനയും മകർവന്റെ ധൂപവും വിനാശിന്റെ വാളും പോലെ സഹായം നിന്ന് പോകുമ്പോൾ പർവ്വം വിരോധിച്ചതുപോലെയും ദേവനുമായ കർത്താവേ, നിന്റെ ഈ ദാസരുടെ ഭവനത്തിൽ നിന്ന് വസിക്കുന്ന എല്ലാവർക്കും ഓവടികളും കടുകഴികളും രോഗങ്ങളും യാതൊരു എല്ലാ അപകടങ്ങളെ മാതാവായ മറിയമ്മന്റെ പരിശുദ്ധനായ തോമാസിയുടെയും മറിയൂറിയുടെയും ദേവതന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമീൻ. തിരുവാതിരക്കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും തിരുവച്ചലുകളുടെ നാമത്തിൽ വെള്ളമെന്നേയും വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ശിവാടെ അടയാളത്താൽ ഈ ഭവനം എന്നേക്കും വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ശിവാടെ അടയാളത്താൽ പിതാവിന്റെയും പുത്രന്റെയും ശിവാടെ അടയാളത്താൽ ഈ ഭവനം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു.
Warwayakadisho hadisayhu leo അതിനായി പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ അഭിമാനം പറഞ്ഞാൽ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഇതുപോലത്തെ സ്ഥാപനം പ്രൈമറി പഠിച്ചിട്ടുണ്ട് നമുക്ക് പറയാം വെച്ചാൽ അതുപോലെ മനോഹരമാക്കി അതിനായി നമ്മുടെ ഗുരുതരാവസ്ഥ അങ്ങനെ പഴയ പണി പൊളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുന്നത് ഇതിലൂടെ പ്രാർത്ഥനാപൂർവമായ കലയാണ് ചേർക്കണം ഇതിലൂടെ അധ്വാനിച്ച അനേകം പേർക്ക് വളരെ നന്ദിയുണ്ട് നമുക്ക് അതിലുണ്ട് ഇതിലൂടെ അധ്വാനിച്ചിട്ടുണ്ട് അധ്വാനിച്ച പല വ്യക്തികളും നമുക്കറിയാവുന്ന വിഷയമാരെ പഠിക്കാനൊക്കെയാണ് അവരൊക്കെ സ്വന്തം വീട് ചെയ്യുന്നതുപോലെ സമയമാണ് അതേപോലെ അധ്വാനങ്ങളുടെ പ്രാർത്ഥനയും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കാം ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം വരുമ്പോൾ ഇത് മറ്റാർന്ന് ഒരുമിച്ച് സന്തോഷം പ്രവർത്തിക്കുമ്പോൾ അത് മനോഹരമായി തീരും ഓർക്കണം ഈ ഭവനം പ്രത്യേകിച്ച് അത് നമ്മുടെ ദേവാലയത്തോട് ചേർന്നുകൊള്ളുകയാണ് അത് അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് താത്പര്യം എല്ലാവരുടെയും എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരോടും സ്നേഹബദ്ധികമായിട്ട് അറിയുകയും ചെയ്യും. ആകാശവും ആരാധനകളൊക്കെ ഒരുക്കിയിരിക്കുന്നതാകുന്നു ആത്മീയമായ ഈ വിശുദ്ധ കുർബാനയിൽ പശ്ചാത്തല സംബന്ധിച്ചുള്ള എല്ലാവരെയും അതോടൊപ്പം തന്നെ ഈ ഗൗരവമുള്ള സംബന്ധിച്ചുള്ള വാഴ്ത്തി അനുഗ്രഹിക്കുമാറുണ്ട്. ഇവിടെ നിങ്ങളുടെ വിശ്വാസങ്ങളായ വാങ്ങിപ്പോൾ ദശാംശം സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ തന്നെ